ഈ വീഡിയോയിൽ സെറോദയുടെ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് അവർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 3:30 ആകുമ്പോഴത്തേന് നമ്മുടെ നോർമൽ ട്രേഡിംഗ് അവർ കഴിയും. അതിനുശേഷം അതുപോലെ തന്നെ അടുത്ത ദിവസത്തെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അപ്പോൾ ഈ ഒരു നൈറ്റിൽ അല്ലെങ്കിൽ രാവിലത്തെ ടൈമിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്തിടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും ആ ഓർഡർ എക്സിക്യൂട്ടായി ആ സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എത്തുന്നതായിരിക്കും. അതിനുവേണ്ടി സെറോദയുടെ പ്ലാറ്റ്ഫോം ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക, ഏത് സ്റ്റോക്കാണ് നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളത് അതിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പി സി ജുവലറി എന്ന സ്റ്റോക്കാണ് വാങ്ങാൻ താല്പര്യം. ഇപ്പോൾ പി സി ജുവലറി എന്ന് ഞാൻ അടിച്ചു കൊടുത്തു. ഇപ്പോൾ ഇവിടെ സ്റ്റോക്കിൻ്റെ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ബൈ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഇപ്പോഴത്തെ ഈ ടൈം ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക, 8:31 ഇപ്പോഴത്തെ കറൻറ്റ് ടൈം. അപ്പം അതായത് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുമ്പ് രാവിലെ 8:30 ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് അവർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കൂടുതൽ സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ച് എൻട്രീസ് എടുക്കുന്നത്. അപ്പം ഇവിടെ ഫസ്റ്റ് ആദ്യം തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്റ്റോക്കിൻ്റെ വില നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റി ആണോ എടുക്കാൻ ആഗ്രഹമുള്ളത് അതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു 300 ക്വാണ്ടിറ്റി ആണെങ്കിൽ 300 എന്നത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ലോങ് ടൈം എന്നത് തന്നെ കിടക്കട്ടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ മാർക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ. അപ്പം നമ്മൾ ഈ ഒരു മാർക്കറ്റ് ഓർഡറാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇനി 9:15 കഴിഞ്ഞ് 9 മണി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് കൃത്യമായിട്ട് ഏത് പ്രൈസിലാണോ പി സി ജുവലറി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പ്രൈസിൽ ഈ ഒരു സ്റ്റോക്ക് ബൈ ആകുന്നതായിരിക്കും. അതല്ല, നമുക്കൊരു പ്രത്യേകമായിട്ടൊരു പ്രൈസ് സെലക്ട് ചെയ്ത് വെക്കാനുണ്ട്. അതായത് ഇപ്പോൾ 49 രൂപ 80 പൈസയ്ക്കാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പം അതല്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു 49 രൂപയ്ക്കാണ് സ്റ്റോക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ ലിമിറ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് 49 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്വൈപ്പ് ടു ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ, സ്വൈപ്പ് ടു ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഡർ പ്ലേസ് ആകുന്നതായിരിക്കും. ഒന്നെങ്കിൽ അപ്പം ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ഇടാം, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിൽ തന്നെ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ ഏത് പ്രൈസിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പ്രൈസിൽ ആ സ്റ്റോക്ക് ബൈ ആകുന്നതായിരിക്കും. അതല്ല, ലിമിറ്റ് ഓർഡറാണ് ഇടുന്നതെങ്കിൽ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്ത പ്രൈസ് ആ ഒരു പ്രൈസിലേക്ക് സ്റ്റോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ആകുന്നതായിരിക്കും. വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഓർഡേഴ്സിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ബൈ ഓർഡർ ഇവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് കാണാൻ സാധിക്കും ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. നമ്മൾ പ്ലേസ് ചെയ്ത ടൈമും ഇവിടെ കാണാൻ സാധിക്കും. പി സി ജുവലറി 300 ക്വാണ്ടിറ്റി നമ്മൾ 49 രൂപയിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ വാങ്ങാൻ ആഗ്രഹമുള്ളത്. അപ്പം ഈ ഒരു ഓർഡർ ഇന്ന് നെക്സ്റ്റ് ഡേ, അതായത് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒന്നെങ്കിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ ആ ഒരു ട്രേഡിംഗ് അവർ കഴിയുമ്പോഴത്തേനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായെന്ന്. കൂടുതലായിട്ട് ട്രേഡിങ്ങിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും പഠിക്കണമെങ്കിൽ ഇതിൻ്റെ താഴെ ടെലിഗ്രാം ചാനലുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ